നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്നത് മറ്റുള്ളവരുടെയൊക്കെ പ്രാർത്ഥനകളും ഇടപെടലുകളുമൊക്കെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ വലിയ അപകടങ്ങളിൽ നിന്നും അത്ഭുതങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കാറില്ല, ഇതെങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു, എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അത്ഭുതം നടന്നു. മറ്റുള്ളവരൊക്കെ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ. നോക്കി, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ അടുത്ത് ഒരു അപ്പൻ കടന്നു വരാണ്. മകൻ അപസ്മാരം, തീയിലും വെള്ളത്തിലൊക്കെ തട്ടിയിടുന്നുണ്ട്. ഈ അപ്പൻ ശിഷ്യന്മാരുടെ അടുത്ത് പോയിട്ട് ഈ മകനെ സുഖപ്പെടുത്താനായിട്ട് അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ അത്ഭുതങ്ങൾ തേടി നടക്കുന്നവരൊക്കെ ഒരുപാട് പേരില്ലേ? പല സിദ്ധന്മാരുടെ അടുത്ത് പലയിടങ്ങളിലൊക്കെ ഓടി ഓടി കിതയ്ക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നോക്കിയാൻ, ഈശോയുടെ അടുത്തേക്ക് നിനക്ക് നേരിട്ട് ചെല്ലാനും ഈശോയോട് നേരിട്ട് ചോദിക്കാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് ഒരുപാട് പേരുണ്ട്. ഈ മകന് വേണ്ടി ഈ അപ്പൻ ഈശോയുടെ അടുത്ത് വരല്ലേ? നോക്കിയാൽ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സുവിശേഷ വായനയിൽ നമ്മൾ കണ്ടെത്തുന്നത്. മകന് വേണ്ടി ഈശോയുടെ അടുത്ത് വരുന്നൊരപ്പൻ. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നമ്മളുടെ സാന്നിധ്യം മൂലം, നമ്മുടെ മാധ്യസ്ഥം മൂലം മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദൈവകൃപ നമ്മിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. അങ്ങനെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്ക് നന്മ പകരാനായിട്ട്, പ്രാർത്ഥനയിലൂടെ, എൻ്റെ പ്രാർത്ഥന വഴി മറ്റുള്ളവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആവശ്യകത തന്നെയാണ് മറ്റുള്ളവർക്കൊന്ന് കൈത്താങ്ങാകാൻ, മറ്റുള്ളവരെ ഒന്ന് ബലപ്പെടുത്താൻ. നമ്മുടെ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ സാന്നിധ്യത്തിലൂടെയൊക്കെ മറ്റുള്ളവരിലൊരു അനുഗ്രഹമാകാൻ, നിറവാകാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.